ദൈവത്തിന് മഹത്വം. ഞങ്ങളുടെ സ്നേഹ വന്ദനം. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശുക്രിസ്തുവിനെ കുറിച്ച് അല്ലേ? യേശുക്രിസ്തു ജനിച്ചതും അത് സംബന്ധിച്ച കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും ഒരു സംശയം വരാം അല്ലേ? സംശയം വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലൂക്കോസിന് സുവിശേഷം 2:40 അല്ലേ? അത് ഒരു വാക്യമാണ്. നമുക്കെല്ലാം സംശയമുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യത്തിന് വ്യത്യസ്തമായിട്ടുള്ളൊരു വാക്യമാണത് അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞത് ഫസ്റ്റിലെ യേശു ജനിച്ചു, അന്നേരം കൊണ്ട് കാഴ്ച വെച്ചു അല്ലേ? കാഴ്ച വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു കൈക്കൂലി കൊടുത്തു അല്ലേ? പിന്നെ 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി ശുശ്രൂഷ ചെയ്തു അല്ലേ? ഇതല്ലേ അല്ലേ പറഞ്ഞു. അപ്പം നമുക്കതിന് മുമ്പേ നമുക്കെല്ലാവർക്കും സംശയം തോന്നുന്ന ഒരു വാക്യമാണ് ലൂക്കോസിന് സുവിശേഷം 2:40. ഒന്ന് വായിച്ച്. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. അപ്പൊ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. ഈ ഒരു വാക്യം പറഞ്ഞിട്ട് അതിനുശേഷമാണ് 12-ാമത്തെ വയസ്സിൽ ദേവാലയത്തിലേക്ക് പോകുന്നത് അല്ലേ? അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, യേശുവിന് ആത്മാവ് ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു, ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു, പൈതൽ വളർന്നു, ജ്ഞാനമൊക്കെ നിറഞ്ഞു അല്ലേ? അന്നേരം പിന്നെ ഇതന്നെ ഇങ്ങനെ പറഞ്ഞത് അല്ലേ? നമ്മൾ പറഞ്ഞ് ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട് അല്ലേ? അപ്പോൾ നമുക്കൊന്ന് ചിന്തിക്കാം. പൈതൽ വളർന്നു അല്ലേ? യേശു ഏതെങ്കിലും നമുക്ക് എത്ര മക്കളുണ്ട്? 3 പേര് അല്ലേ? 3 പേര്. മൂത്ത മോള്. അതിന് ഇപ്പം നമ്മൾ അത് ജനിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ജനിച്ച പോലെ തന്നെയല്ലല്ലോ ഇരിക്കുന്നത്. അപ്പം ജനിച്ചു, ഒരു ശിശു ജനിച്ചു കഴിഞ്ഞാൽ വളരും അല്ലേ? പൈതൽ വളർന്നു. അന്നേരം ശിശു ജനിച്ചു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ മൂത്ത മോള് ജനിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് അല്ല? അപ്പം ജനനം കഴിഞ്ഞാൽ വളരും അല്ലേ? അത് ഉറപ്പായിട്ട് ആരായാലും വളരും. അപ്പോൾ യേശു വളർന്നു. 2 ജ്ഞാനം നിറഞ്ഞു അല്ലേ? അപ്പം നമ്മുടെ മോള് ജ്ഞാനം നിറഞ്ഞു. എനിക്കെന്തും മാത്രം ബുദ്ധിയുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ ജ്ഞാനം എത്രയുണ്ടോ അതിൻ്റെ ഡബിൾ മടങ്ങാണ് നമ്മുടെ മക്കൾക്ക് വരുന്നത്. അപ്പം യേശു എന്ന് പറഞ്ഞ ആരുടെ മോന? പരിശുദ്ധാത്മാവ് മോനാകുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനം അവനിൽ ഉണ്ടാവും. സ്വാഭാവികമാണ്. ജനിച്ച പിതാവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ മക്കൾക്കുണ്ടാവും അല്ലേ? അപ്പം ജ്ഞാനം സ്വാഭാവികമായിട്ടുണ്ടാവും അല്ലേ? അപ്പം ജനിച്ചു കഴിഞ്ഞാൽ ജനിച്ച പോലെ തന്നെ ഇരിക്കുകയല്ല. എന്നാൽ ഇപ്പം അങ്ങനെ ആരും ജനിച്ച പോലെ വളർന്നില്ല എങ്കിൽ ഇപ്പം ശിശുവായിട്ട് തന്നെ ഇരുന്നേനെ യേശു അല്ലേ? അപ്പം വളർന്നു. 2 ജ്ഞാനം നിറഞ്ഞു. അപ്പൻ എന്തുമാത്രം ജ്ഞാനമുണ്ട് അതിൻ്റെ അനുസരിച്ച് നിന്നു അല്ലേ? 3-ാമതായിട്ട് ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു. ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു പറഞ്ഞാൽ ന്യായപ്രമാണം വായിക്കുന്നവനായിരുന്നു അല്ലേ? എൻ്റെ മക്കള്, ഞാൻ പെന്തക്കോസ്തുകാരനാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ക്രിസ്ത്യാനിയാണെങ്കിൽ എന്നിലുള്ള സ്വഭാവം, ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളും ബൈബിൾ വായിക്കും. ആ ഒരു കണ്ടന്റ് നമ്മൾ സ്വഭാവമായിട്ട് ചിന്തിക്കേണ്ട കണ്ടന്റ് മാത്രമേ ചിന്തിക്കാവുള്ളൂ. അപ്പം ആത്മാവിൽ വളർന്നു എന്ന് പറഞ്ഞാൽ അവൻ വേദപുസ്തകം ന്യായപ്രമാണം വായിച്ചു. അന്നത്തെ ന്യായപ്രമാണമല്ലോ വേദപുസ്തകം, പിന്നല്ലേ രൂപീകരിക്കുന്ന മുഴുവനായിട്ട് പുതിയ നിയമം മുഴുവനായിട്ട് രൂപീകരിക്കുന്നത് പിന്നാണ്, യേശുവിന് ശേഷമാണ്. അപ്പം ന്യായമായിട്ട് ന്യായപ്രമാണം വായിക്കും അല്ലേ? അതാ അവിടുത്തെ ഒരു സംഭവം. പിന്നത്തെയാണ് മെയിൻ വിഷയം. ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവകൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ മേലിലുണ്ടായിരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്നാ? അവന്റെ ഉള്ളിലില്ല, മുകളിലേ ഉള്ളൂ. എന്ന് ദൈവകൃപ കൊണ്ട് അവനെ മൂടിയിരുന്നുള്ളതേ ഉള്ളൂ. ഈ യേശുവിന് ദൈവത്തിന്റെ പുത്രനാണ്, പക്ഷേ ഇത് സ്വാഭാവികമായിട്ട് ദൈവം തന്നെയാണ്. ഈ ദൈവത്തിന് മനുഷ്യന്റെ കൂടെ ഒരിക്കലും നടക്കാൻ ഒക്കത്തില്ല ഇപ്പം അല്ലേ? മനുഷ്യനായിട്ട് വന്നിരിക്കുക. അപ്പം തീർച്ചയായിട്ടും മനുഷ്യനായിട്ട് തന്നെ നിൽക്കാനൊക്കത്തുള്ളൂ. ദൈവമായിട്ട് വന്നു കഴിഞ്ഞാൽ ജനിക്കാനും ഒക്കത്തില്ല, ഈ പാപികളായ മനുഷ്യന്റെ കൂടെ വസിക്കാനും ഒക്കത്തില്ല. അതാണ് അവിടുത്തെ അർത്ഥം. അപ്പൊ നമുക്കിത് പഴയ നിയമത്തിൽ വന്ന് ചിന്തിക്കാം അല്ല? ദൈവകൃപയും അവന്റെ മേൽ ഇസ്രായേൽ മക്കളെ ദൈവം നടത്തി അല്ലേ? മോശ വിടുവിച്ച് ഇങ്ങനെ മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നു അല്ലേ? ഇതിന്റെ കാരണം തന്നെ പറയാം. മരുഭൂമിയിലോട്ട് കൊണ്ടുവന്നു. മരുഭൂമിയിൽ കൊണ്ടുവന്നിട്ട് എന്തോ ചെയ്തു? അവരെ നടത്തി വന്നപ്പോൾ യഹോവ ദൈവം ഇവരുടെ കൂടെ നടക്കാനൊക്കത്തില്ല. അപ്പൊ എന്നാ ചെയ്തു? അവരോട് സംസാരിച്ചു, ഇടപെട്ടു. ഒന്ന്, പകൽ മേഘസ്തംഭമായിട്ട്
അവരുടെ കൂടെ പകൽ മരുഭൂമിയാണ്, ഭയങ്കര ചൂടാ. ഇതൊക്കെ ആത്മീയ അർത്ഥങ്ങൾ വേറെയാണ്. ഭയങ്കര സ്വാഭാവികമായിട്ട് ചിന്തിച്ചാൽ മതി. പകൽ മേഘസ്തംഭമായിട്ട് കൂടെയിരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൂടാ മരുഭൂമിയിൽ. അപ്പൊ എന്നെ മേഘസ്തംഭമായിട്ടിരുന്നു. അപ്പൊ നമ്മൾ ചുരുക്കി പറഞ്ഞ ഒരു AC ആയിട്ട് കൂടെയിരുന്നു അല്ലേ? AC കൺട്രോൾ ഉണ്ട് അല്ലേ? AC അത് ഇപ്പം ഭയങ്കര ചൂടാണ്, തണുപ്പിക്കാനായിട്ട് ഒരു മീഡിയത്തിൽ വിട്ട് കഴിഞ്ഞാൽ തണുപ്പാവും അല്ലേ? അതന്നേരം അവരുടെ മുകളിൽ കൂടെ നടന്നു. രാത്രിയിൽ എന്തോ ചെയ്തു? അഗ്നിസമ്പത്തായിട്ട് കൂടെ ഇരുന്നു. രാത്രിയിലും അന്നേരം ഈ ചൂട്, രാത്രി തണുപ്പുണ്ട്, അന്നേരം അവർക്ക് വേണ്ടി ചൂട് കൊടുത്ത് അവരെ സംരക്ഷിച്ചു എന്നല്ലേ വായിക്കുന്നത്? അങ്ങനെയല്ലേ നമ്മൾ. അപ്പൊ അവരുടെ മുകളിലാണ്. ഇതേ സംഭവം തന്നെയാണ് ഇവിടെ. യേശുവിനും കൃപ അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ മേലുണ്ടായിരുന്നു. അപ്പം ചിന്തിക്കുക, ഈ പകൽക്കാലത്ത് ഈ ദൈവത്തിന് കൂടെ വസിക്കാത്തതുകൊണ്ട്, അതായത് മരുഭൂമിയിലുള്ള ഇസ്രായേൽ ജനത്തോട് കൂടെ വസിക്കാൻ ഒക്കത്തില്ലല്ലോ. അപ്പൊ എന്തോ ഇത് പകൽ മേഘസ്തംഭമായിട്ട് രാത്രി അഗ്നിസമ്പത്തായിട്ട് കൂടെ ഇരുന്നു, കൂടെ നിന്നു മുകളില്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കാം, ഈ കൂടെ നിൽക്കുന്ന സമയത്ത് മോശയല്ലേ നടത്തിക്കൊണ്ടിരുന്നേ? അപ്പൊ മോശയുടെ മേളിലോട്ട് ഈ പകൽ മേഘസ്തംഭമായിട്ട് നിന്ന അത് AC എന്ന് കൂട്ടി. AC പുള്ളിക്ക് മുഴുവനായിട്ട് ഉള്ളിലോട്ട് കൊടുത്താൽ എന്തോ ചെയ്യും? ഈ AC ഫുള്ള് മോശയുടെ ഉള്ളിലോട്ട് കൊടുത്താൽ എന്തോ ചെയ്യും? മുകളിലല്ല നിന്നത്. ആ AC അവന്റെ ഉള്ളിൽ കൊടുത്ത, മോശയുടെ ഉള്ളിൽ കൊടുത്താൽ എന്തോ ചെയ്യും? മോശ തണുത്തു പോകും. AC നല്ലതായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തണുത്തു പോകത്തില്ലേ? എന്ന് പറഞ്ഞാൽ അവൻ മരവിച്ചു പോകും. അതുകൊണ്ടാണ് അവന്റെ ഉള്ളിൽ കൊടുക്കാതിരുന്നത്. യേശുവിന്റെ ഉള്ളിലോട്ട് ഈ കൃപ അങ്ങോട്ട് മുഴുവനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ എന്തോ ചെയ്യും? കൃപ വ്യാപരിച്ച് അവൻ നിൽക്കാൻ ഒക്കത്തില്ല. 2, രാത്രിയിൽ അഗ്നിസമ്പത്ത, അഗ്നിയായിട്ട് മോശയ്ക്ക് കൂട് കൂട്ടിച്ച് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തോ ചെയ്യും? മോശ കരിഞ്ഞു പോകും അല്ലേ? നമുക്ക് ചിന്തിക്കേണ്ട, സ്വാഭാവികമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം. മോശ കരിഞ്ഞു പോകും. അപ്പൊ എന്തോ ചെയ്തു? അവർക്ക് മുകളിലായിട്ടാണ് നിന്നെ. അതുപോലെ തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത്. എന്താ? അവന്റെ മേലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ദൈവകൃപ അവന്റെ മേലുണ്ടായിരുന്നു. പിന്നെ നമ്മളൊരു കാര്യം കൂടെ പറഞ്ഞു. യേശുവിന് ആദ്യമേ മോരെ കുന്തിരിക്കം കൊണ്ട് കാഴ്ച വെച്ചെന്ന് പറഞ്ഞാല്, ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ കൈക്കൂലി കൊടുത്തു. യേശു ദൈവപുത്രൻ തന്നെയാണ്, കൈക്കൂലി കൊടുത്തു. രണ്ടാമത്, ഇതൊരു ഭയങ്കര ഒരു വെളിപ്പാട്, അത് നമുക്ക് പുറകാലെ ചിന്തിക്കാം. രണ്ടാമത് യേശുവിന് മറിയ കൊണ്ട് അവന്റെ കാൽക്കൽ പരിമളതൈലം കൊണ്ട് പൂശി. അപ്പൊ നമ്മൾ ചിന്തിക്കാം, നല്ല കാര്യമല്ലേ? ശരിയാ, നല്ല കാര്യം തന്നെയാണ്. അതും കൈക്കൂലിയുടെ ഒരു ഭാഗമാണ്. മൂന്നാമത്തെ, യേശു കല്ലറയിൽ അടക്കം ചെയ്തപ്പോ സുഗന്ധദ്രവ്യം കൊണ്ടുവച്ചു. അപ്പോഴും വീണ്ടും കൈക്കൂലി കൊടുക്കും. ഇത് ഒന്നാം ശ്രദ്ധിക്കേണ്ട കാര്യം, യേശു ദൈവപുത്രനാണ്, നമ്മൾ സമ്മതിക്കാം, ദൈവമാണ്, അത് സമ്മതിക്കാം. പക്ഷെങ്കിൽ ദൈവത്തിന് മനുഷ്യന്റെ കൂടെ നടക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യനായിട്ട് തന്നെ ഇരിക്കണം. ദൈവത്തിന് ഒരിക്കലും ഈ കാലഘട്ടത്തിൽ മനുഷ്യന്റെ കൂടെ വസിക്കാൻ ഒക്കത്തില്ലായിരുന്നു. അതുകൊണ്ടാണ് ദൈവം മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ വസിച്ചത് അല്ലേ? അതുകൊണ്ടല്ലേ പഴയ നിയമകാലത്ത് ആദ്യം ആരുടെ കൂടെ നടന്നു? ആദാമിന്റെ ഹവ്വയുടെ നടന്നു. അത് കഴിഞ്ഞ് ഹാനോക്കിനെ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് നോഹ കഴിഞ്ഞാൽ പിന്നെ ആരും കൂടെ നടന്നില്ല അല്ലേ? പിന്നെ മോശ നടന്നു അല്ലേ? മോശ നല്ലപോലെ, ഈ മോശ ഇസ്രായേൽ മക്കളെ വിടുവിച്ച് അതായത് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഒത്തിരി പരിശ്രമിച്ചു, നടന്നില്ല. മോശയെ നമ്മൾ ദൈവപുരുഷനായിട്ടാണ് കാണേണ്ടത് അല്ലേ? അങ്ങനെ പറയുന്നില്ലേ? ഉണ്ട്. അപ്പം ദൈവപുരുഷനാ മോശ. അപ്പം യേശു ഈ മോശയായിട്ട് ഒത്തിരി സാമ്യമുണ്ട്. മനസ്സിലായി? യേശു മോശയായിട്ട് ഒത്തിരി സാമ്യമുണ്ട്, നല്ല ശരിക്കും സാമ്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം വായിച്ചാൽ, മോശയുടെ ജനനം മുതൽ ലൂക്കോസ് സുവിശേഷം ഒന്നിച്ച് വായിച്ചു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരേ ഇതിൽ തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. മോശ ഒളിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ പട്ടണത്തിനകത്ത് അല്ലേ? ഏതാ 3 മാസം ഒളിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എവിടെ കൊണ്ടുപോയി? മിസ്രൈമിൽ പോയി അല്ലേ? മോശ മിസ്രൈമിലല്ലേ പിന്നെ ജീവിച്ചത്. യേശു എവിടെ ജയിച്ചേ? കാലിത്തൊഴുത്ത് ജയിച്ചുമ്മച്ച് പറഞ്ഞു, കാലികളെ തൊഴുത്തി ജനിച്ചുമ്മച്ച് അങ്ങോട്ട് പോയി. പിന്നെ അവരെ മിസ്രൈമിൽ പോയി പാർത്തു എന്ന് പറഞ്ഞാൽ ഹെരോദാവ് കൊല്ലാനുള്ള കൽപ്പന പുറപ്പെടുവിപ്പിച്ചോ പോയി മിസ്രൈമിൽ പോകും. അത് തന്നെയാണ് ഈ സംഭവം. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് വരുന്നത്. യേശുവിന് ദൈവകൃപ ലഭിച്ചു, പിന്നെ മോശയ്ക്കും ദൈവകൃപ ലഭിച്ചു അല്ലേ? രണ്ടുപേരും തേജസ്സപ്പെട്ടു അല്ലേ? മോശ, അതായത് ദൈവിക തേജസ് മോശയ്ക്കും അനുഭവപ്പെട്ടു, യേശുവിന് അനുഭവപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അത് പോകാൻ കാരണമുണ്ട്. ഇവൻ ദൈവപുത്രനാണ്. മോശയെ കൊണ്ട് ജനത്തെ വീണ്ടെടുക്കാൻ നോക്കി, ആകുന്ന പരിപാടി നോക്കി, പക്ഷെ
വീണ്ടെടുപ്പ് നടക്കത്തില്ല. എന്ന് പറഞ്ഞാൽ വീണ്ടെടുപ്പ് നടക്കണമെങ്കിൽ ഒരു മരണം സംഭവിക്കണം. രക്തച്ചൊരിച്ചിലുള്ളതിലെ ദൈവം പ്രസാദിക്കത്തുള്ളൂ, വീണ്ടെടുപ്പ് നടക്കും. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ സംഭവിച്ചത്. അപ്പൊ നമ്മൾ പിന്നെ വേറൊരു സംഭവം കൂടെ പറഞ്ഞായിരുന്നു. മത്തായി സുവിശേഷത്തിൽ അബ്രഹാമിന്റെ പുത്രനായ ദാവീദ് പുത്രനായ യേശു ക്രിസ്തുവിന്റെ വംശാവലി. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുന്നുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുന്നതിനിപ്പുറം യേശു ക്രിസ്തു ദൈവപുത്രനാണ് അല്ലെ. ദൈവപുത്രനാകുമ്പോൾ എന്തുകൊണ്ടാണ് മനുഷ്യപുത്രന്മാരുടെ വംശാവലിയിലല്ലേ വന്നിരിക്കുന്നത്? യേശു ദൈവപുത്രനാണ്, മനുഷ്യപുത്രന്റെ വംശാവലിയിൽ യേശു വന്നത് അല്ലേ. നമ്മൾ ചിന്തിക്കണം. പഴയ നിയമകാലത്ത് മനുഷ്യനെ അബ്രഹാം മനുഷ്യനാണ് അല്ലേ, പിന്നെ ദാവീദ് മനുഷ്യനാണ്. ഈ വംശാവലിയിൽ യേശു ക്രിസ്തു എങ്ങനെ വന്നു? അങ്ങനല്ലേ വായിക്കുന്നത്. മത്തായി സുവിശേഷത്തിൽ വായിക്കുന്നത് എന്തുവാ? അബ്രഹാമിന്റെ പുത്രൻ, ദാവീദ് പുത്രൻ, യേശു ക്രിസ്തുവിന്റെ വംശം. അപ്പൊ യേശു ക്രിസ്തുവിന്റെ വംശാവലി തുടങ്ങുന്നു. അന്നേരം ഈ മനുഷ്യവർഗത്തിന്റെ ഇടയ്ക്ക് യേശു ക്രിസ്തുവിന്റെ വംശാവലി എങ്ങനെ വന്നു? നമുക്കെല്ലാം സംശയമുള്ളൂ. അപ്പൊ നമുക്ക് ആ മത്തായി സുവിശേഷത്തിൽ നമ്മൾ വായിക്കേണ്ടത് ഉൽപ്പത്തി പുസ്തകം 1:1. ആദ്യ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു. ഭൂമി പാഴ്ശൂന്യമായിരുന്നു. വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തിച്ചു. ഈ ആത്മാവിന്റെ ഒറ്റപ്പുറത്ത് പരിശുദ്ധാത്മാവ് അല്ലെ. അപ്പം ദൈവം സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു വെച്ച് ദൈവത്തെ ആരും കണ്ടിട്ടില്ല അല്ലേ. സൃഷ്ടിച്ചെന്നല്ല പറഞ്ഞിട്ടുള്ളൂ, സൃഷ്ടിച്ചു. സൃഷ്ടികർത്താവിനെ ആരും കണ്ടില്ല അല്ലേ. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഒന്നാം വാക്യം ഫുള്ള് വായിച്ചേ. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ട്. അപ്പൊ അവിടെ പ്രത്യേകമായിട്ട് വെള്ളത്തിന്റെ മീതെ ആത്മാവ് പരിവർത്തിച്ചുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ വെള്ളത്തിന്മീതെ ആത്മാവ് പരിവർത്തനം, ആത്മാവിന് പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഏതാളിനെ എന്ത് സാധനത്തെ പരിവർത്തനം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് ആത്മാവ് എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആത്മാവ് അല്ലെ. ഈ ആത്മാവ് പരിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ മാറ്റാൻ സാധിക്കും. പരിവർത്തനം എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാക്കുക അല്ലെ. അതല്ല അതിന്റെ മെയിൻ മീനിങ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഉണ്ടാക്കുക. അപ്പൊ ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും. ഈ ആത്മാവ് ചേഞ്ച് ഉണ്ടാക്കിയിട്ടു. ആർക്കും എന്ത് സാധനത്തെ ചേഞ്ച് ഉണ്ടാക്കുന്ന സാധനമാണ് ആത്മാവ് അല്ലെ. അപ്പം പിന്നെ ദൈവം ഒന്നാം ദിവസം സൃഷ്ടിച്ചു അല്ലെ. അത് ഇനി സൃഷ്ടിയെ കാണുന്നു. ദൈവത്തെ പിന്നെ ആര് കണ്ടു? ദൈവത്തെ സൃഷ്ടിച്ചു മാത്രമേ കാണുന്നു, പക്ഷെ സൃഷ്ടികർത്താവിനെ ആരും കണ്ടില്ല അല്ലെ. അങ്ങനെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുമ്പോൾ ആദ്യം ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഇന്ത്യ സൃഷ്ടികർത്താവ് ഇന്ത്യ നമ്മൾ ശ്രദ്ധിച്ചത്, സൃഷ്ടികർത്താവ് ഇല്ലല്ലോ. അപ്പൊ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞു വെച്ചാൽ 6-ാം ദിവസം സൃഷ്ടിയെല്ലാം കഴിഞ്ഞിട്ട് 7-ാം ദിവസം ദൈവം സൃഷ്ടിച്ചു അല്ലെ. എന്തുവാ സൃഷ്ടി കഴിഞ്ഞ് പുള്ളി വിശ്രമിച്ചെന്നായിരിക്കും അല്ലെ. ദൈവം വിശ്രമിച്ചു അല്ലെ. അപ്പം ദൈവം വിശ്രമിച്ചെങ്കിൽ ദൈവം വിശ്രമിച്ചു. ഈ ദൈവം ഇന്ത്യ അത് നമ്മുടെ ഒരു ചോദ്യമല്ലേ. പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ 3 പേരും ഒന്നാണെന്ന് പറയുകയും ചെയ്യുന്നു. ദൈവം ഇന്ത്യ അതിൽ ആകാശം ഭൂമി സൃഷ്ടിച്ചു. അപ്പൊ നമുക്ക് ചിന്തിക്കണം, ഈ ദൈവത്തെ ആരെല്ലാം കണ്ടു? പെട്ടെന്ന് പറഞ്ഞു, ആദമ ഹവ്വ, ഇവർ രണ്ടുപേരെ കണ്ടുള്ളൂ. ഓക്കെ. പിന്നെ ഹാനോക്ക്, നോഹ, മോശ 5 പേര് കണ്ടു അല്ലേ. 5 പേര് കണ്ടു. ദൈവത്തെ ഇവരെല്ലാം മാത്രമേ കണ്ടുള്ളൂ. പിന്നെ കൂടെ നടന്നു. അപ്പൊ ഞാൻ ചോദിക്കാം, ദൈവത്തോട് സംസാരിച്ചു. ഒന്ന് ഹാനോക്ക് എടുക്കപ്പെട്ടു. ഈ ചരിത്രം നോക്കുവാണെങ്കിൽ നമുക്ക് ആദാമിന്റെ ഹവ്വയുടെ തലമുറയിൽപ്പെട്ടവൻ തന്നെയാണ് ഹാനോക്ക്. ഏതാ? ഹാബേലിന് പകരം ഉണ്ടായ മകൻ കൈനല്ല, ഹാബേലിന് പകരം ഉണ്ടായ ഒരു മകനാണ് ശേത്ത്. അപ്പൊ ശേത്തിന്റെ മകനായിട്ട് വരും ഹാനോക്ക്. ഈ ശേത്തിന്റെ മകനായിട്ട് വരുമ്പോൾ ഈ ഹാനോക്കിനെ അവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശേത്തിന്റെ മകനാണെന്ന് പറഞ്ഞാൽ ശേത്തിനെ ഒന്നും ദൈവം തെരഞ്ഞെടുത്തില്ല. ഏതാ? ശേത്തിനെ തെരഞ്ഞെടുക്കാൻ ഹാനോക്കിനെ തെരഞ്ഞെടുത്തു. അപ്പൊ ഹാനോക്കിനെയാണ് അവൾ മെയിനായിട്ട് നിർത്തി വെച്ചിരിക്കുന്നത്. ഹാനോക്കിനെ കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാ, ഈ പരിവർത്തനം എടുക്കുന്ന പരിശുദ്ധാത്മാ എടുത്തോണ്ടങ്ങ് പോയി. ഒന്നാമത്തെ വംശപാരമ്പര്യം തുടങ്ങുന്നത് ഹാനോക്കിനെ എടുത്തോണ്ട് പോയപ്പോൾ ഹാനോക്കിനെ അങ്ങ് ദൈവം കൊണ്ടുപോയി. ഹാനോക്കിനെ ദൈവം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഹാനോക്ക് കഴിഞ്ഞിട്ട് പിന്നെ കൃപ ലഭിക്കുന്ന ആരാ? നോഹ അല്ലേ. നോഹയ്ക്ക് കൃപ ലഭിച്ചു അല്ലെ. കൃപ ലഭിച്ചു കഴിയുമ്പോൾ അവിടുത്തെ ഒന്നാമത്തെ കൃപയുടെ ആദ്യത്തെ വംശാവലി ആർക്കാ തുടങ്ങിയേ? നോഹയെന്ന് തുടങ്ങി. കൃപ വന്നപ്പോ കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് ആദ്യത്തെ വംശപാരമ്പര്യം തുടങ്ങുന്നത് നോഹയ്ക്ക് കൃപ ലഭിച്ചത്. ഈ കൃപയാണ് മറിയയിലേക്ക് പോയത്. അപ്പം ആദ്യത്തെ വംശാവലി ഇവിടെ വന്നു, നോഹയ്ക്ക് വന്നു. നോഹയ്ക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ വന്നു മറിയ. ഒത്തിരി പുതിയ നിയമത്തിലല്ലേ വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് അബ്രഹാമിന്റെ മകൻ, അല്ല തേരഹിന്റെ മകനായ
അബ്രഹാമിന് കൃപ ലഭിച്ചു. അതുകൊണ്ടാണ് അവന്റെ പേര് ഇതിനകത്ത് വന്നത്. ഈ വംശാവലി വരാൻ കാരണം ഈ കൃപയുള്ളത് കൊണ്ടാണ്. ഈ കൃപ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സന്തതിയല്ലേ യേശു. അപ്പൊ ഈ വംശാവലി തുടർന്ന് വരണമെന്നുണ്ടെങ്കിൽ ഈ കൃപ വേണം. ഈ കൃപ പിന്നെ ആർക്കാ? തേറയിനില്ലായിരുന്നു കൃപ. തേറയിന് വരാതെ പിന്നെ ആർക്ക് വന്നു? അബ്രഹാമിന് വന്നു. പിന്നെ അബ്രഹാമിന് വന്നു വെച്ച് അബ്രഹാമിന്റെ പുത്രന്മാരെ ഒക്കെ പറയുന്നുണ്ട്. പറഞ്ഞു പിന്നെ വന്നത് ദാവീദാ വന്നേ, അല്ലെ? ദാവീദിന്റെ മോൻ ശലോമോനുണ്ട്. കൃപയൊന്നും ലഭിച്ചില്ല. ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കൃപ ആർക്കെല്ലാം ലഭിച്ചോ, അതായത് ഈ പരിശുദ്ധാത്മാവിന്റെ കൃപ ആർക്കെല്ലാം ലഭിച്ചോ അവരാണ് വംശാവലി വന്നിരിക്കുന്നത്. ആ വംശാവലി വന്നാണ് ഈ കൃപ എവിടെ വന്നു? മറിയയ്ക്ക് വന്നു. അപ്പം കൃപ എവിടെ വന്നു? മറിയയ്ക്ക് വന്നു. ഈ വംശാവലി എന്ന് പറഞ്ഞാൽ യോസഫ് എന്ന് പറയുമ്പോൾ ദാവീദിന്റെ വംശാവലിയിലെല്ലാം വരും. പക്ഷെങ്കിൽ കൃപ ഇവനില്ല. ആർക്ക്? യോസഫിന് കൃപയില്ല. അതുകൊണ്ടാണ് പ്രത്യേകം യാക്കോബ് മറിയയുടെ ഭർത്താവായ, അല്ലെ? യാക്കോബ് മറിയയുടെ ഭർത്താവായ യോസഫിനെ ജനിപ്പിച്ചു, അല്ലെ? അപ്പം പറഞ്ഞ മറിയെന്നാ പറഞ്ഞ. അപ്പം ഈ യോസഫ് എന്ന് പറയുന്ന ആള് ഈ തലമുറയിൽപ്പെട്ടതാ. ഏതാ? അബ്രഹാമിന്റെ ഒക്കെ തലമുറയിൽപ്പെട്ടതാ. പക്ഷെങ്കിൽ കൃപ ലഭിച്ചില്ല. പറഞ്ഞു, ഈ കൃപ എന്ന് പറയുന്ന ആളത്വമുള്ള തലമുറ ലഭിച്ചതാർക്ക? മറിയയ്ക്ക് അവിടെ വന്നത്. ഈ യോസഫ് ഇവരുടെ തലമുറയിൽപ്പെട്ടതാ, അബ്രഹാമിന്റെ തലമുറയിൽപ്പെട്ടതാ. അതുകൊണ്ടാണ് അവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് മറിയ എന്നുള്ളത്. മറിയ. അപ്പൊ മറിയയ്ക്ക് കൃപ ലഭിച്ചപ്പോ തലമുറ പുതിയ നിയമത്തിലേക്കായി. മറിയ വന്നപ്പോഴത്തേക്കും പുതിയ നിയമമാവുന്നില്ലേ? യേശു ജനിക്കുവാനുള്ള പെട്ടകമായി വന്നത് മറിയ, അല്ലേ? അപ്പൊ ആ പെട്ടകത്തിലോട്ട് കൃപ വന്നു കഴിഞ്ഞപ്പോ യേശു ജന്മം എടുത്തു. യേശു ജന്മം എടുത്തപ്പോ മുതലുള്ള തലമുറ ഇങ്ങോട്ട് വരുന്ന കൃപ ലഭിച്ചവരല്ല. ഈ കൃപ ഇങ്ങനെ പാരമ്പര്യമായിട്ട് ഇനി പോരുക. കൃപ ലഭിച്ചത് നോഹയ്ക്ക് ലഭിച്ചു, പിന്നെ അബ്രഹാമിന് ലഭിച്ചു, പിന്നെ ദാവീദിന് ലഭിച്ചു. അപ്പൊ ഈ കൃപയാണ് വന്നത്. ഈ കൃപ വന്നു വെച്ചാൽ മറിയയിലോട്ട് വന്നു. മറിയ വന്നപ്പോ അവിടെ തലമുറ ആയത് വന്നു യേശു വന്നു. യേശു ഈ കൃപയുടെ തലമുറ. കൃപ എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ തലമുറയാണ്. അതാണ് ദൈവം മനുഷ്യരുടെ തലമുറയിൽ പെടാൻ കാരണം എന്ന് പറഞ്ഞാൽ കൃപ എവിടെയെല്ലാം വന്നോ ആ കൃപയെ മാത്രമേ ഈ വചനം കാണിച്ചിട്ടുള്ളൂ. ന്യായപ്രമാണം കാണിച്ചിട്ടുള്ളൂ. പുതിയ നിയമം കൃപ ആർക്കൊക്കെ ഉണ്ട്. ഈ കൃപ യേശുക്രിസ്തുവിൽ വന്നു നിന്നപ്പോൾ കൃപയാകുന്ന പരിശുദ്ധാത്മാവ് ആരൊക്കെ രക്ഷിക്കപ്പെടുന്നോ, ദൈവത്തിലേക്ക് യേശുവിലേക്ക് വരുന്നോ അവരെല്ലാം യേശുവിന്റെ വംശാവലിപ്പെട്ടവരാകുക, അല്ലേ? കറക്റ്റ് ആയിട്ട് യേശുവിന്റെ വംശം. അതാണ് യേശുവിന്റെ വംശാവലി മത്തായി സുവിശേഷം തുടങ്ങുന്നതിന്റെ മെയിൻ കാരണം. പറഞ്ഞു മനസ്സിലായോ? എന്താ തുടങ്ങുന്നത്? അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാലി. അപ്പൊ യേശുക്രിസ്തുവിന്റെ വംശാലി തുടങ്ങുക, അല്ലെ? ഈ യേശുക്രിസ്തുവിന്റെ വംശാലി അബ്രഹാമിന്റെയും ദാവീദിന്റെയും ഒക്കെ വംശാലി വരാൻ കാരണം അവർക്കെല്ലാം കൃപ ലഭിച്ചു. കൃപ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിന്റെ സന്താനങ്ങളാണ് അബ്രഹാമും ദാവീദും ഒക്കെ വന്നത്. അതാണ് യേശുക്രിസ്തുവിലോട്ട് വന്നപ്പോൾ കൃപയായിട്ട് വന്നു. ഈ കൃപ ഇനി തുടങ്ങുന്ന ആർക്കെല്ലാം ഈ കൃപ ലഭിച്ചു? കൃപ ലഭിച്ചവരെല്ലാം യേശുക്രിസ്തുവിന്റെ വംശാലുമായിട്ട് തുടർന്നു. അതാ ഇപ്പൊ കൃപായുഗം. ഈ കൃപായുഗത്തിന്റെ അവസാനമാകാറായി. അതിനും ബൈബിൾ വായിക്കും നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഇപ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാലി നമുക്ക് ആരംഭിക്കാം. ഇത്ര മനസ്സിലായില്ല യേശുക്രിസ്തുവിന്റെ വംശാവലി എങ്ങനെ തുടങ്ങിയെന്നുള്ളത്. അന്നേരം പിന്നെ പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. അപ്പൊ അതിന്റെ കാര്യം മനസ്സിലായോ? നമ്മൾ ഈ പറഞ്ഞതല്ല, പുറകോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ പുറകിലത്തെ ചരിത്ര സംഭവങ്ങൾ തന്നെയാണ് മുന്നോട്ട് വരുന്നത്. എന്ന് പറഞ്ഞാൽ മോശ ദൈവജനത്തെ വീണ്ടെടുക്കാൻ നോക്കിയിരുന്നു, പക്ഷെ നടന്നില്ല. വീണ്ടെടുക്കാൻ കാരണം രക്തച്ചൊരിച്ചിൽ വേണം. ഇവിടെ ഒരു മനുഷ്യൻ രക്തച്ചൊരിച്ചിലാകണം. പിന്നെ യേശുവിൽ എന്താ ഇങ്ങനത്തെ കാര്യങ്ങൾ വന്നതെന്ന് ചോദിച്ചാൽ യേശു മനുഷ്യനായിട്ടാണ്. മനുഷ്യന്റെ കൂടെ ജീവിക്കണ ദൈവമായിട്ട് ജീവിക്കാൻ ഒക്കത്തില്ല. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട മെയിനായിട്ടുള്ള കാരണം. യേശു ദൈവപുത്രനാണ്, ശരിയാ, സമ്മതിച്ചു. പക്ഷെങ്കിൽ പുള്ളിക്ക് മനുഷ്യനായി ജീവിച്ചു കഴിഞ്ഞാലേ, മനുഷ്യന്റെ കൂടെ ജീവിച്ചു കഴിഞ്ഞാലേ കാര്യം നടക്കത്തുള്ളൂ. അതുകൊണ്ടാണ് പത്രോസിനൊക്കെ മാറ്റി നിർത്തിയത്. മാറ്റി നിർത്തി കഴിഞ്ഞാൽ ആ ദൈവരൂപത്തിൽ ഇരിക്കുമ്പോൾ ഈ മനുഷ്യനോട് ഇടപെടാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ രണ്ടുപേരെ കൊണ്ടുവന്ന് നിർത്തിയത്. അവൻ ദൈവരൂപത്തിൽ ഇരുന്നതാ എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ദൈവം എന്ന് ആ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ ഒക്കത്തില്ല. അതുകൊണ്ടാണ് യേശു സാധാരണ മനുഷ്യനായി കഴിഞ്ഞപ്പോൾ ഒന്ന് അവന്റെ മേൽ കൃപ വന്നതേ ഉള്ളൂ, അവന്റെ ഉള്ളി വന്നില്ല. ഉള്ളി വന്നായിരുന്നെങ്കിൽ അവൻ ഒരിക്കലും നിൽക്കാൻ ഒക്കത്തില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ മുന്നിൽ നിൽക്കാൻ ഒക്കത്തില്ല. അതാണ് അവിടുത്തെ മെയിൻ ആശയം എന്ന് പറയുന്നത്. മെയിനായിട്ടുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.